പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ പാക് ഭീകരന്മാരെ ജീവനോടെ പിടിക്കാനാണ് നമ്മുടെ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ 4 തവണ ഈ ഭീകരരുടെ തൊട്ടടുത്തെത്താൻ സൈന്യത്തിന് സാധിച്ചു. സൈന്യം, ആർമഡ് ഫോഴ്സസ്, കാശ്മീർ പോലീസ് എന്നിവരടങ്ങുന്ന ഒരു സംയുക്ത സംഘമാണ് ഈ 4 ഭീകരന്മാരെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർ 4 പേരും ഇപ്പോൾ തെക്കൻ കാശ്മീരിലെ വനമേഖലയിലുണ്ടെന്നാണ് വിവരം. ഇവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ് ഈ നമ്മുടെ സൈന്യത്തിൻ്റെ, നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. കാരണം നിരന്തരം തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് മുന്നിൽ കൃത്യമായിട്ടും പാക് പൗരന്മാരെ, അതായത് പാക് ഭീകരന്മാരെ തന്നെ കൊണ്ട് നിർത്തിക്കൊടുക്കുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഭൂമിശാസ്ത്രപരമായ വലിയ വെല്ലുവിളികളുള്ള പ്രദേശത്താണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടും വനമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടതൂർന്ന പൈൻമരക്കാടുകളിലൂടെ അവർക്ക് വളരെ വേഗം രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. സൈന്യം പക്ഷേ അവരുടെ തൊട്ടു പുറകെ ഉണ്ട്. കഴിഞ്ഞ 5 ദിവസമായി സൈന്യം പ്രദേശത്താകെ അരിച്ചു പെറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ 4 തവണ ഇവരുമായിട്ട് നേരിട്ട് ഇവരുടെ അടുത്തെത്താൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഹഫ്നഗർ ഗ്രാമത്തിലാണ് ആദ്യം സൈന്യം ഇവരെ കണ്ടെത്തിയത്. പക്ഷേ അവർ ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇടതൂർന്ന വനം, അതുപോലെ തന്നെ ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ സാധിച്ചു. അവരെ സ്പോട്ട് ചെയ്തെങ്കിലും അവരെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നെ തീർച്ചയായിട്ടും അവരെ ജീവനോടെ പിടിക്കണം എന്നതുകൊണ്ട് തന്നെ സൈന്യം അവർക്ക് നേരെ നിറയൊഴിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഹഫ്നഗറിൽ നിന്ന് പിന്നീട് അവർ രക്ഷപ്പെട്ടത് ത്രാലിലേക്കാണ്. ഈ ത്രാൽ എന്ന് പറയുന്ന ആ വനമേഖലയിൽ വെച്ചും സൈന്യം ഇവരെ കണ്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു. പിന്നീട് അവർ പോയത് കുൽഗാമിലേക്കാണ്. കുൽഗാമിൽ വെച്ച് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി. സൈന്യത്തിന് നേരെ അവർ വെടിയുതിർത്തു. സൈന്യം തിരിച്ചും വെടിവെച്ചു. പക്ഷേ ആർക്കും ആളപായമുണ്ടായിട്ടില്ല. അവിടെ നിന്ന് ആ സൈനികർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ അനന്തനാഗ് ജില്ലയിൽ തന്നെ അവരുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അനന്തനാഗ് ജില്ല സമ്പൂർണ്ണമായിട്ടും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഈ വനമേഖലയിൽ നിന്ന് അവർക്ക് ഒരു തരത്തിലും പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അവർക്ക് അനന്തനാഗ് ജില്ലയിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന്, ഈ വനമേഖലയിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് വന്നാൽ നേരെ ജമ്മുവിലേക്കായിരിക്കും അവർ വരിക. അത് ആ മാർഗം, അവർ വരാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളും സൈന്യം അടച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അവർക്ക് ജമ്മുവിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സൈന്യത്തോടൊപ്പം കാശ്മീർ പോലീസുണ്ട്, ആംഡ് ഫോഴ്സുണ്ട്, CRPFൻ്റെയൊക്കെ ഘടകങ്ങളുണ്ട്, പ്രത്യേക കവചിത വാഹനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. ഒപ്പം ഈ നമ്മുടെ ഈ കുറ്റവാളികളെ തിരിച്ചറിയാൻ കഴിയുന്ന നായ്ക്കളെ ഈ സൈന്യത്തിൻ്റെ തിരച്ചിലിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഭീകരരാണ് ഈ സംഘത്തിലുള്ളത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. പ്രദേശത്തെക്കുറിച്ച്, അതായത് പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്, ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് സൈന്യം മനസ്സിലാക്കുന്നത്. ഒപ്പം നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വിവരങ്ങൾ, ഇൻ്റലിജൻസ് കൈമാറുന്ന വിവരങ്ങൾ, അതുപോലെ പ്രദേശത്തെ ഗ്രാമീണരായ ആൾക്കാർ നൽകുന്ന വിവരങ്ങൾ, ഇതെല്ലാം സൈന്യത്തെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഇവരെ കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഈ NIA അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒരു DIGയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു SP-യുടെ സേവനമുണ്ട്. ഒപ്പം നിരവധി ഉദ്യോഗസ്ഥർ കാശ്മീരിലും കാശ്മീരിന് പുറത്തും ഒക്കെയുള്ള വിശേഷ പരിശീലനം ലഭിച്ച, വിദഗ്ധ പരിശീലനം ലഭിച്ച നിരവധി ഉദ്യോഗസ്ഥർ ഈ ടീമിലുണ്ട്. ഒപ്പം അവർ നാളെ ഈ പഹൽഗാമിലെ ബൈസരൺ വാലിയിൽ ഉണ്ടായ ആ ഭീകരാക്രമണം പുനരാവിഷ്കരിക്കുകയാണ്. അതിൻ്റെ സാങ്കേതികമായ മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവർ അത് നാളെ അവിടെ പുനരാവിഷ്കരിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആക്രമണം നടന്ന സമയത്ത് അവിടെ ചില പ്രാദേശികമായ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ചില ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു.
അവർ ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ആ പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുകയും ചില മരത്തിന് മുകളിലൊക്കെ കയറിയിരിക്കുകയും ചെയ്തു. അവിടെ ഇരുന്നു കൊണ്ട് അവരെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ അവർ ചിത്രീകരിച്ച വീഡിയോയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരളവ് വരെ അന്വേഷണ സംഘത്തെ സഹായിക്കും. വളരെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ കൂടിയാണ് അത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ഈ സൈന്യത്തിന് കൃത്യമായിട്ടും അവിടെ നടന്ന കാര്യങ്ങൾ, പഹൽഗാമിൽ നടന്ന കാര്യങ്ങൾ, ബൈസരൻ വാലിയിൽ നടന്ന ആ ആക്രമണം വളരെ കൃത്യമായിട്ട് മൊഴികളുടെ അടിസ്ഥാനത്തിൽ, അതായത് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾ നൽകിയ മൊഴികൾ, ആ പ്രദേശത്തുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും നൽകിയ മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പുനരാവിഷ്കരിക്കുന്നത്. കൂടുതൽ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ ആക്രമണത്തിന് ശേഷം ഇവർ രക്ഷപ്പെട്ടതും വനത്തിലേക്ക് തന്നെയാണ് ഈ ഭീകരന്മാർ. സാക്ഷിമൊഴികൾ, ദൃക്സാക്ഷികളുടെ മൊഴികളനുസരിച്ച് ഇവർ വെടിയുതിർത്ത ശേഷം വനമേഖലയിലേക്ക്, വനത്തിനുള്ളിലേക്ക്, ഉള്ളിലേക്ക് ഇവർ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണ സംഘത്തിന് കൂടുതൽ കൃത്യതയാർന്ന തെളിവുകളോടുകൂടി ഈ ഭീകരന്മാരെ പൂട്ടാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ 4 പേരെ, ഈ രക്ഷപ്പെട്ടിരിക്കുന്ന 4 പേരുടെ തൊട്ടുപുറകെ സഞ്ചരിക്കുന്ന, അവരെ ജീവനോടെ പിടികൂടാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന നമ്മുടെ ഈ സൈന്യത്തിൻ്റെ സംഘം, സൈന്യമുണ്ട്, അതുപോലെ തന്നെ കാശ്മീർ പോലീസുണ്ട്, അതുപോലെ ആംഡ് ഫോഴ്സസ് ഉണ്ട്, CRPF ഉൾപ്പെടുന്ന ഫോഴ്സസ് ഉണ്ട്. അവരുടെ ആ സംഘത്തിന് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വളരെ കൃത്യമായിട്ട് ഭീകരരെ സ്കെച്ച് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. കാരണം അവർ എവിടെയുണ്ട്, അവരെങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്താണ് അവരുടെ അടുത്ത ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, എങ്ങനെ രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്, ഇതിനെക്കുറിച്ച് സൈന്യത്തിന് കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ത്രാലിൽ വെച്ച് ഇവരെ കണ്ടു എന്ന് പറയുന്നിടത്ത്, ത്രാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഭീകരർ അവിടെയുള്ള ഗ്രാമീണരുടെ, ഈ ത്രാലിൽ കഴിയുന്ന വനവാസികളായ ആൾക്കാരുടെ വീട്ടിലെത്തി ഭക്ഷണം ആവശ്യപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടുകാരാകെ ഭയന്നുപോയി. ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സൈന്യം അതിന് സമീപത്തെത്തുകയും ഇവർക്ക് നിക്കക്കള്ളിയില്ലാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യേണ്ടി വന്നു. ഇത്രയും വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് സൈന്യം അവരെ പിന്തുടരുന്നു. അവരുടെ തൊട്ടുപുറകെ തന്നെയുണ്ട്. ആകെയുള്ളൊരു സൈന്യത്തിൻ്റെ മുന്നിലുള്ളൊരു വെല്ലുവിളി അവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ്. ഒപ്പം ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇടതൂർന്ന കാട്, അതുപോലെ തന്നെ ഈ പൈൻമരങ്ങളുടെ ആധിക്യം, അതുപോലെ തന്നെ ഈ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും, ഇതാണ് സൈന്യത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കിടയിലും ഒരു ആനുകൂല്യമുണ്ട്: മഞ്ഞുവീഴ്ച അവിടെ ഇല്ല എന്നുള്ളതാണ്. അത് ഒരുപോലെ ഈ ഭീകരർക്കും സൈന്യത്തിനും സഹായമാണ്. ഭീകരർക്ക് അത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. പക്ഷേ സൈന്യത്തിന് തിരച്ചിലിന് അത് വലിയ ഉപകാരം ചെയ്യുന്നുണ്ട്. കനത്ത തോതിൽ മഞ്ഞുവീഴ്ച ഉണ്ടായാൽ ഈ തിരച്ചിൽ വളരെ ദുഷ്കരമാകും. അത് ഉണ്ടാകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് സൈന്യത്തിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. എന്തായാലും വളരെ കൃത്യമായിട്ട് ഭീകരരെ സ്കെച്ച് ചെയ്ത് അവരുടെ തൊട്ടുപുറകെ അവരുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി അവരുടെ അടുത്തെത്താൻ സൈന്യത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് നാം ഇതിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരിക്കാം. വരും മണിക്കൂറുകൾക്കുള്ളിൽ ശുഭകരമായ വാർത്ത നമ്മളെ തേടിയെത്തും. ഈ 4 ഭീകരരെയും ജീവനോടെ സൈന്യത്തിന് പിടികൂടാൻ സാധിച്ചു എന്നുള്ളത്. അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവരെ പ്രദർശിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഈ പാക് ഭീകരതയുടെ ഈ ഭീകരതയുടെ ഉറവിടം പാകിസ്ഥാനാണ് എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും അതിലൂടെ.